അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്ത വീഡിയോയുടെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കണം. അതിനുശേഷമായിരിക്കണം ഈ വീഡിയോ കാണുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ബാങ്കിനെ ബഹുമാനിച്ച് പഠിക്കാം. ഇതിൽ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ ചിലപ്പോൾ ഫോളോ ചെയ്യുന്ന ആളായിരിക്കാം, അല്ലാത്തവരുണ്ടാവും. ഇപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതല്ല, എനിക്കും എൻ്റെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ട കാര്യങ്ങൾ കൂടിയാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ ബാങ്കിനെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം? ഒന്ന്, സംസാരിക്കാൻ പാടില്ല. എത്ര സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് ബാങ്ക് കൊടുക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ കുറച്ച് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് സൗണ്ട് കുറച്ച് പറഞ്ഞുകൊണ്ടൊക്കെ ആ ബാങ്കിൻ്റെ ഫുൾ സമയത്തും ബിസി ആയിരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ബാങ്കിനെ പൂർണ്ണമായിട്ടും റെസ്പെക്ട് ചെയ്യുക. ബാങ്കിനെ ബഹുമാനിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ആ ഒരു ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ജനൽ തുറന്നിട്ട് അല്ലെങ്കിൽ വാതിൽ തുറന്നിട്ട് ആ ബാങ്കിനെ നന്നായിട്ടൊന്ന് കേൾക്കുക. ആ ബാങ്കിൽ പറയുന്ന കാര്യങ്ങൾ, നമസ്കാരത്തിലേക്ക് വരും, വിജയത്തിലേക്ക് വരും എന്നൊക്കെ പറയുന്ന ആ കാര്യങ്ങളുണ്ടല്ലോ, ബാങ്കിൻ്റെ മീനിങ് അറിയില്ലെങ്കിൽ, ബാങ്കിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ അതൊന്ന് നോക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. ഇത് നമ്മളെ നമസ്കാരത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹ് നമ്മളെ വിളിപ്പിക്കുകയാണ് നമസ്കാരത്തിലേക്ക്, നമസ്കാരത്തിന് സമയമായെന്നും ഇത് വിജയത്തിലേക്കുള്ള വഴിയാണെന്നും. അപ്പോൾ അതിങ്ങനെ മനസ്സറിഞ്ഞ് കേൾക്കുക. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുക. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒന്നും സംസാരിച്ചില്ലെങ്കിൽ പോലും ഈ മൊബൈലിൽ നോക്കി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാറുണ്ട് പലരെയും. ഞാനും ഇടയ്ക്ക് ചെയ്തു പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്, മൊബൈലും അവിടെ അങ്ങ് സൈഡാക്കി വെക്കുക. നിങ്ങൾക്ക് ആ സമയത്ത് എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അവിടെ സമയം ലാഭം കിട്ടാനില്ല. അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ റെസ്പെക്ട് ചെയ്യുമ്പോൾ, കൂടുതൽ കെയർ കൊടുക്കുമ്പോൾ അള്ളാഹ് നമുക്ക് സമയത്തിന് തീർച്ചയായിട്ടും ബർക്കത്ത് തരും. അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ എല്ലാ സമയത്തും ബിസി ആയിരിക്കുന്ന ഒരാളാണെങ്കിൽ ബാങ്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സമയനഷ്ടം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, ആ സമയത്ത് നമുക്ക് അതിലൊരുപാട് ബർക്കത്തുണ്ട്, അതിലൊരുപാട് കൂലിയുണ്ട്, നമുക്ക് ഒരുപാട് പുണ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബാങ്കിനെ ശ്രദ്ധിച്ച് കേൾക്കുക. ശരിക്കും അതിലൊരു സന്തോഷമുണ്ട്. നമ്മളത് ശ്രദ്ധിക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷം നമുക്കതിന് കിട്ടും. പിന്നെ ഒരു നഷ്ടം തോന്നാതിരിക്കാൻ. ചിലപ്പോൾ പിശാച് നമ്മുടെ മനസ്സിലേക്ക് ഒരു നഷ്ടമൊക്കെ തോന്നിച്ചേക്കാം. അതായത് ഈ സമയം ഇങ്ങനെ ഇത് ശ്രദ്ധിച്ചിരിക്കുന്നത് ഒരു നഷ്ടമായിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹിനോട് അപ്പം തന്നെ ദുആ ചെയ്യാം, എനിക്ക് ഇതിലൊരു ബർക്കത്ത് ഉണ്ടാക്കി തരണേ എന്നുള്ളത്, എൻ്റെ സമയത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ എന്നുള്ളത് അള്ളാഹിനോട് ദുആ ചെയ്യുക. ഇസ്ലാമിൽ യോജിച്ചതല്ലാത്ത അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ബാഡ് ഹാബിറ്റ്സ്, മോശം ശീലങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഓരോ കാര്യവും റമദാനോട് കൂടി ഇല്ലാതാക്കുക. കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടാവും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത്, അല്ലെങ്കിൽ അള്ളാഹ് ഇത് ചെയ്താൽ ബർക്കത്ത് ഉണ്ടാവില്ല, ഇത് ചെയ്താൽ കഴിഞ്ഞാൽ ദാരിദ്ര്യം വരും, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിലുള്ള മോശം ശീലങ്ങൾ, ഇസ്ലാമിനെ നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഈ റമദാനോട് കൂടി ഓരോ കാര്യമായിട്ട് നമുക്ക് കട്ട് ചെയ്തങ്ങ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. നിങ്ങൾ മ്യൂസിക് കേൾക്കുന്ന ആളാണെങ്കിൽ എനിക്ക് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ സംഗീതം ആസ്വദിക്കുന്ന ആളാണെങ്കിൽ ഈ റമദാൻ കൊണ്ട് അത് നിർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ എത്ര അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും മനസ്സിൽ വെച്ചാൽ മാറാൻ പറ്റും. റമദാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ലൊരു മാസമാണ്. നിങ്ങൾക്ക് എന്ത് ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതൊക്കെ ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അതൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു മാസമാണ് റമദാൻ. മനസ്സിൽ തട്ടുന്ന നല്ല നല്ല ഖുർആൻ കോഡ്സ് അല്ലെങ്കിൽ ഇസ്ലാമിക് കോഡ്സ് കളക്ട് ചെയ്യുക. ഇസ്ലാമിക് കോഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മോട്ടിവേഷണൽ കോഡ്സ് ഒക്കെ കളക്ട് ചെയ്യാറില്ലേ, അതുപോലെ തന്നെ ഒരുപാട് ഇസ്ലാമിക് കോഡ്സ് നമുക്ക് ഗൂഗിളിലൊക്കെ കിട്ടും. അല്ലാഹു തആല നമ്മളോട് ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം സെലക്ട് ചെയ്തുകൊണ്ട് കോഡ് ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കോഡ്സ് ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാറുണ്ട്. ഖുർആൻ കോഡ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഖുർആൻ കോഡ്സൊക്കെ അധികവും ഇംഗ്ലീഷിലാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇംഗ്ലീഷ് മനസ്സിലാവാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ തഫ്സീർ ഉണ്ടെങ്കിൽ, തഫ്സീർ വീട്ടിലോ അല്ലെങ്കിൽ അയൽപക്കത്തോ എവിടെയെങ്കിലും ഒരു തഫ്സീർ കിട്ടുമെങ്കിൽ തഫ്സീർ വായിച്ചാൽ മതി. അതിൽ നമ്മളോട് അല്ല പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അത് തന്നെയാണ് ഈ കോഡ്സ് ആക്കിയിട്ട് സെപ്പറേറ്റ് നമുക്ക് കിട്ടുന്നതും. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. റമദാനിൽ തയ്യാറാക്കാൻ പോകുന്ന ഭക്ഷണത്തിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുക. ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 10-30 ഫുഡിൻ്റെ ടോട്ടൽ എല്ലാം ഒരുമിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. നിങ്ങൾ സ്നാക്സ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്നാക്സ്, അതുപോലെ രാവിലത്തെ അത്താഴം, രാത്രിത്തെ ഭക്ഷണം, ഇങ്ങനെ എല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഇന്ന ദിവസം ഇന്നൊന്നും വേണ്ട, ടോട്ടൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ എളുപ്പമുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഭക്ഷണത്തിൻ്റെ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് തയ്യാറാക്കുക. എല്ലാം കൂടിയിട്ടാണ് 10-30 എന്ന് പറഞ്ഞിട്ടോ, കറികളും അതുപോലെ സ്നാക്സ്, ഫുഡ് മെയിൻ ആയിട്ടുള്ളതും അതുപോലെ എല്ലാം കൂടി അങ്ങ് എഴുതി വെക്കുക. ജ്യൂസ് ഉണ്ടെങ്കിൽ അതും എല്ലാം കൂടി അങ്ങ് എഴുതി വെക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഇപ്പോൾ തന്നെ ഇത് ചെയ്തു വെച്ചാലുള്ള ഗുണം, നമുക്ക് ആ ഒരു റമദാനിൻ്റെ സമയത്ത് ഇതിനാലോചിച്ചുകൊണ്ട് നമുക്ക് സമയം കളയേണ്ടതില്ല. നമുക്ക് ആ റമദാൻ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് പുണ്യം വരാനുള്ള ഒരു സമയമാണ്. തീർച്ചയായിട്ടും കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ നമുക്ക് അതിനുള്ള കൂലിയുണ്ട്. പക്ഷേ എല്ലാറ്റിനേക്കാളും പ്രാധാന്യം റമദാൻ കൊടുക്കുന്നത് ഖുർആൻ ഓതലിനും. ഖുർആൻ്റെ മാസമാണല്ലോ, ഖുർആൻ ഓതാൻ, നമസ്കരിക്കുക. റമദാൻ കഴിയുമ്പോഴേക്ക് ശരിക്കും ഒരു ജനിച്ചു വീണ കുഞ്ഞിനെ പോലെ അല്ലെങ്കിൽ ഒരു ഹജ്ജൊക്കെ ചെയ്ത ആളെ പോലെ അത്രയും പ്യുവർ ആവാൻ വേണ്ടി നമുക്ക് പറ്റണം. അപ്പോൾ അങ്ങനെ ഒരു വലിയ മാറ്റം നമ്മൾ കൊണ്ടുവരണമെങ്കിൽ ഓരോ സെക്കൻഡും ഉള്ള നമുക്ക് അള്ളാഹ് ഓഫർ ചെയ്തിട്ടുള്ള ഓരോ പുണ്യവും നമുക്ക് വാരിയെടുക്കാൻ പറ്റണം. ഒരു സെക്കൻഡ് പോലും ശരിക്കും നമുക്ക് പാഴായി പോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഓരോ കാര്യവും ആദ്യം തന്നെ പ്ലാൻ ചെയ്യാൻ പറയുന്നത്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കറക്റ്റായിട്ട് എല്ലാം ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട്, ഒരു ജോലി കഴിഞ്ഞ അടുത്ത ജോലി അല്ലെങ്കിൽ നമസ്കാരം, ഓതുന്നത്, എല്ലാ കാര്യവും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും. പക്ഷേ അത് കണ്ടുകൊണ്ട് നിങ്ങൾ എനിക്കും അങ്ങനെ ചെയ്യാൻ പറ്റിയാലോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതി വെക്കുന്ന കണ്ടിട്ട് മറ്റാരെങ്കിലും എന്തെങ്കിലും കരുതിയാലോ എന്ന് വിചാരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യാതിരിക്കരുത്. അള്ളാഹ്ക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. കാരണം കൂടുതൽ പുണ്യം നേടണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ ഒരു നിയത്തിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ എഴുതി വെച്ച അതേ രൂപത്തിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ ആഗ്രഹിച്ചല്ലോ, നമുക്ക് അങ്ങനെ ഒരു നിയത്തോണ്ടാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ പുണ്യം നമുക്ക് തീർച്ചയായിട്ടും അള്ളാഹ് തരും. അപ്പോൾ റമദാനിലേക്കുള്ള ഫുഡ് ലിസ്റ്റ് ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെക്കുക. മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ നിറക്കുക. റമദാൻ മാസത്തിൽ നമുക്ക് പിശാചിൻ്റെ ഉപദ്രവം ഏതായാലും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു മാസം കൂടിയാണ്. ശരിക്കും എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു മാസം കൂടിയാണ് റമദാൻ. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമ്മൾ പോസിറ്റീവ് ചിന്തക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇത് അള്ളാൻ്റെ പ്ലാനാണ്, അള്ളാൻ്റെ പ്ലാൻ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ നടക്കുന്നു. അതിൽ സമാധാനപ്പെടാനും തൃപ്തിപ്പെടാനും നമ്മൾ പഠിക്കുക. കൂടുതൽ എല്ലാ കാര്യവും തവക്കൽത്തു അലല്ലാഹ്, എല്ലാം അള്ളാൻ്റെ കയ്യിലാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹ് വിചാരിക്കുന്ന പോലെയാണ് നടക്കുന്നത്. നമ്മൾ പ്ലാൻ ചെയ്താൽ പോലും എല്ലാത്തിനേക്കാളും വലിയൊരു പ്ലാൻ അള്ളാൻ്റെ കയ്യിലാണുള്ളത്. നമുക്ക് ഏതാണ് നല്ലതെന്ന് അള്ളാഹ്ക്കാണ് അറിയുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ ദുആ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ അള്ളാഹ് അതിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് തരാനുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടത്തിനെ അല്ല പിടിച്ച് നിർത്തിയതായിരിക്കാം ഈ ഒരു ദുആ കൊണ്ട് എന്നൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിക്കുക. നിങ്ങളുടെ കയ്യിലല്ലാത്ത ഒരു കാര്യം വിചാരിച്ചുകൊണ്ട് ടെൻഷനൊക്കെ വരുമ്പോൾ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, എല്ലാ കാര്യവും അള്ളാഹിലേക്ക് തവക്കൽ ചെയ്യുക, അള്ളാഹിനോട് സഹായം ചോദിക്കുക. ഇങ്ങനെ എല്ലാ കാര്യവും അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക. പിന്നെ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഈ ലൈഫ്
ഒരു ശരിയായ നമ്മുടെ റിയൽ ലൈഫ് ഇതല്ലല്ലോ. ഈ ഒരു ലോകത്തുള്ള കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക. ഇതല്ല നമ്മളുടെ ശരിയായ ലൈഫ് എന്നുള്ളത് എപ്പോഴും ഓർമ്മിക്കുക. എന്നാലും തന്നെ ഒരുപാട് ടെൻഷൻ നമുക്ക് കുറഞ്ഞിട്ടും കുറേ പോസിറ്റീവായിട്ട് ജീവിക്കാൻ പറ്റും. ആരും എന്തും പറഞ്ഞോട്ടെ, നിങ്ങളെ വേദനിപ്പിക്കുന്നു, നിങ്ങളെ വിഷമിപ്പിക്കുന്നു, എത്ര നിങ്ങൾ ശ്രദ്ധിച്ചിട്ടും അവർ ശരിയാക്കിയെടുക്കാൻ പറ്റുന്നില്ല, എന്തും നിങ്ങളുടെ കയ്യിലല്ലാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടതേ ഇല്ല. കാരണം ഇതല്ല റിയൽ ലൈഫ്. നമുക്ക് മറ്റൊരു ലോകമുണ്ട്. ഈ ലോകത്ത് നടക്കുന്ന എന്ത് കാര്യവും നിങ്ങൾക്കുള്ള ഒരു പരീക്ഷണമായിട്ട് മാത്രം കാണുക. കാരണം നിങ്ങൾ ഒരു ബെറ്റർ മുസ്ലിമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ കൂടുതൽ ദീനിനോട് അടുപ്പിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അള്ളാൻ്റെ ഓരോ പരീക്ഷണത്തെയും നേരിടുന്നു എന്നുള്ളത് അള്ളാഹ്ക്ക് നോക്കാൻ വേണ്ടിയാണ് ഈ പരീക്ഷണം എന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ പരീക്ഷണം വരുന്ന സമയത്തും അതിൽ വിജയിക്കാൻ ശ്രമിക്കുക. ക്ഷമയോടുകൂടി ഓരോ പരീക്ഷണത്തെയും നേരിടുക. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ, ദുഃഖങ്ങളൊക്കെ അള്ള തരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ദുആ ചെയ്യേണ്ടത് നിങ്ങൾ അള്ളാഹിനോട് തന്നെയാണ്. മറ്റുള്ളവരോട് പോയി പറയുന്നതിനേക്കാളും, മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നതിനേക്കാളും അള്ളാഹിനോട് സഹായം ചോദിക്കുക. എല്ലാറ്റിനും അള്ളാഹിനെ മുൻപിൽ വെക്കുക. അള്ളാഹിനെ മുൻപിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സഹായം ചോദിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ലിമിറ്റ് ഉണ്ട്, സഹായിക്കുന്നതിലൊരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ അള്ളാഹുവിന് ലിമിറ്റ് ഇല്ല എന്നുള്ളത് ഇപ്പോഴും ആലോചിക്കുക. എന്ത് കാര്യത്തിനാണെങ്കിലും ലിമിറ്റ് ഇല്ല. റമളാനിന് മുൻപായിട്ട് ആരോടെങ്കിലും നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ അത് വീട്ടുക, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഒന്ന് പുതുക്കുക. അവരോട് സംസാരിച്ച് ആ ഒരു കടത്തിന്റെ കാര്യം സംസാരിച്ച് ഒന്ന് പുതുക്കുക. നിങ്ങൾ കടം വാങ്ങിയ ആളുടെ മനസ്സിലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു ബാഡ് ഫീലിംഗ് നിങ്ങളെക്കുറിച്ച് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ റമളാനെ ബാധിക്കും. അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തെ ഒന്ന് സംസാരിച്ച് അവധി ചോദിക്കുക. ദേഷ്യപ്പെട്ട് അകന്നു നിൽക്കുന്ന കുടുംബക്കാരുമായിട്ട് ഇണങ്ങുക. ഇത് എല്ലാവരും റമളാനിന് മുൻപായിട്ട് ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം ഒന്ന് തീരുമാനിക്കുക, ഇനി അങ്ങോട്ടേക്ക് ആരോടും പിണങ്ങില്ല എന്ന് തീരുമാനം എടുക്കുക. നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിലും അവർക്കൊക്കെ പുറത്തു കൊടുക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അല്ല പുറത്തു തരുന്നതായിരിക്കും. വളരെ അപകടം നിറഞ്ഞ ഒരു സംസാരം പലരും പറയുന്ന കേൾക്കാറുണ്ട്. എൻ്റെ ഭർത്താവ്, എൻ്റെ ഉമ്മ, അല്ലെങ്കിൽ എൻ്റെ ഉപ്പ, എൻ്റെ മക്കൾ, ഇവരൊന്നും ആർക്കും പുറത്തു കൊടുക്കില്ല. ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ പിന്നെ എന്നും ദേഷ്യമാണ്, ഒരിക്കലും ക്ഷമിക്കാൻ തയ്യാറാവില്ല, അവരുടെ സ്വഭാവം അങ്ങനെയാണ് എന്നൊക്കെ അഭിമാനത്തോടു കൂടി പറയാറുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അള്ളാഹു താല എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നുണ്ട്. അതിനേക്കാളും വലുതല്ല നമ്മൾ. മനുഷ്യനാണ് അള്ളാഹു താല ബുദ്ധിയും അതുപോലെ നല്ലതും മോശവും വേർതിരിക്കാനുള്ള കഴിവൊക്കെ തന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു സ്വഭാവം, നിങ്ങളിലൊരു മോശം സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റാനുള്ള കഴിവും അള്ളാഹു തന്നിട്ടുണ്ട്. എൻ്റെ ഖുർആൻ ചാനലിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം കയ്യിൽ കരുതുക. അതായത് റമളാനിൽ നമ്മളിപ്പോൾ ഖുർആൻ പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു സൂറത്ത് സെലക്ട് ചെയ്യാനൊക്കെ. അപ്പോൾ അതുപോലെ ഒരു സൂറത്ത് സെലക്ട് ചെയ്ത് പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഖുർആൻ ആദ്യം മുതൽ വായിച്ച് തുടങ്ങുക. അതിൽ നിന്ന് കിട്ടുന്ന നല്ല അള്ളാഹു പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആയത്തുകൾ, ഇതൊക്കെ ഒരു പുസ്തകത്തിലേക്ക് മാറ്റി എഴുതുക. നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ്, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഒന്നുകൂടി ഒന്ന് മനസ്സിലുറപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള ജേണൽ നമ്മളെ സഹായിക്കും. ചരിത്രങ്ങൾ കേൾക്കുക, നല്ല വയൽ കേൾക്കുക, ചരിത്രങ്ങൾ വായിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന പോയിന്റ്സ് കളക്ട് ചെയ്ത് ഇതിലേക്ക് മാറ്റി എഴുതുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് എന്താണ് ദീൻ, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥമായ ദീനാണോ എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും ഖത്തം തീർക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചൊല്ലി തീർക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഓതാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേഗം തന്നെ റമളാനിന് മുൻപ് തന്നെ തീർക്കുക. റമളാനിൽ എല്ലാ കാര്യവും ഫ്രഷ് ആയിട്ട് ആ റമളാന്റെ നിയത്തോട് കൂടി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുക. സ്ഥിരമായിട്ട് ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുകൾ, ചെറിയ സൂറത്തുകൾ, ഇതൊക്കെ ഒന്നുകൂടി ഖുർആൻ എടുത്തുകൊണ്ട് അതിൽ നോക്കിക്കൊണ്ട് ഒന്ന് ഓതി അതിൽ തെറ്റുകളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. അതായത് നമ്മൾ ഓതി പഴകുമ്പോൾ ചിലപ്പോൾ അതിൽ തെറ്റുകൾ വരാം. നമ്മൾ നീട്ടുന്നത് അല്ലെങ്കിൽ മണിക്കുന്നത്, ഇവിടെയൊക്കെ തെറ്റുകൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ റമളാനിന് മുൻപായിട്ട് ഈ ചെറിയ സൂറത്തുകൾ ഖുർആൻ നോക്കി ഓതിക്കൊണ്ട് തെറ്റുകളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. ഈ റമളാനോട് കൂടി മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ പറയുന്നത്, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേൾക്കുന്നത്, അതുപോലെ ഊഹിച്ച് സംസാരിക്കുന്നത്, ഈ 3 കാര്യങ്ങൾ നിർത്തലാക്കുക. ഫിത്ന എന്ന് പറയുന്നത് അള്ളാഹു ഏറ്റവും വെറുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അത് കേൾക്കുന്നതും പറയുന്നതും. അത് ഒരാളെ കുറിച്ച് ഉള്ള കാര്യം പറയുന്നതാണെങ്കിലും കൂടി പറയാൻ പാടില്ല എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാളുടെ ന്യൂനത വെളിവാക്കാൻ പാടില്ല, മറ്റൊരാളുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ രഹസ്യത്തെക്കുറിച്ച് പറഞ്ഞു നടക്കാൻ പാടില്ല, ഊഹിച്ചുള്ള സംസാരങ്ങൾ ഒരിക്കലും പാടില്ല. ഊഹാപോഹങ്ങളാണ് ഏറ്റവും വലിയ കള്ളങ്ങൾ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഊഹിച്ച് ഒരു കാര്യവും മറ്റുള്ളവരുടേത് ഊഹിച്ച് പറയാതിരിക്കുക. നിങ്ങളൊരു ഖുർആൻ ചാനലൊക്കെ ഇപ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പോയിന്റ് കൂടി അതിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഇത്, ഗീബത്ത് നമീമത്ത്. അതുപോലെ ഈ ഊഹിച്ച് പറയാനൊക്കെയുള്ളത് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ അറിയാതെ സംഭവിച്ചു വരുന്ന തെറ്റാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. നമ്മൾ പറഞ്ഞാൽ മാത്രമല്ല അത് തെറ്റായി മാറുന്നത്, നമ്മൾ കേൾക്കുന്നതും അത് കേട്ട് രസിക്കുന്നതും ഒക്കെ വലിയ തെറ്റ് തന്നെയാണ്. നമ്മളൊന്നും മിണ്ടിയില്ലെങ്കിൽ പോലും ഒരാൾ പറയുന്നത് മിണ്ടാതെ കേൾക്കുകയാണെങ്കിൽ അതും വലിയ തെറ്റാണ്. ഞാൻ അൽഹംദുലില്ലാഹ് എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഓൾറെഡി ഇസ്ലാമിക് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും, നമ്മുടെ ദീനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് എൻ്റെ ലൈഫിൻ്റെ പർപ്പസ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ എഴുതുന്നത്. ഖുർആൻ വേഴ്സ്, ഖുർആനിലുള്ള ആയത്തുകൾ മാത്രമല്ല കോഡ്സും, അതുപോലെ എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എല്ലാ കാര്യങ്ങളും എഴുതിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ജേണൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ജേണൽസ് എഴുതുമ്പോൾ ശരിക്കും നമുക്ക് നന്നായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും നമസ്കാരത്തിൻ്റെ സമയം, അല്ലെങ്കിൽ എത്രമാത്രം ഖുർആനുമായിട്ട് ടച്ച് വരുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, അല്ലെങ്കിൽ ഖുർആനാണോ ഫോണാണോ കൂടുതൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ട് തന്നെയാണോ ജീവിക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യം നമുക്ക് ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കാം. നമുക്കിങ്ങനെ പേജ് പിന്നോട്ടേക്ക് മറിച്ച് നോക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ ഏത് അവസ്ഥയിലാണുള്ളത് എന്നൊക്കെ നമുക്ക് ഒന്ന് അറിയാൻ പറ്റും. ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ആദ്യം എന്നെ തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്, എന്നോട് തന്നെയാണ് ആദ്യം പറയുന്നത്. കാരണം ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാവരെയും അല്ലാഹു തആല റമദാനിലേക്ക് എത്തിക്കട്ടെ. റമദാന്റെ പുണ്യം മുഴുവൻ വാരിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ. ആമീൻ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.